എന്നെ ഇറക്കിയ ബസ് ഇതാ പോയി. ഞാൻ അടുത്ത വഴി ഓടിക്കാം. ക്യാഷോ ഗൂഗിൾ പേയോ? ക്യാഷ് ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? ക്യാഷ് എടുക്കുമോ? ഞാനേ രാവിലെ ഫുഡ് കഴിച്ചു, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം അത്താണി ഇറങ്ങിയിട്ട് സൽക്കാരിൽ കയറാൻ നോക്കിയപ്പോൾ ഓൾറെഡി ലേറ്റായി ഭയങ്കരമായിട്ട്. അത് അവിടെ നിന്നൊന്നും കഴിച്ചില്ല. ഇന്ന് രാവിലെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉമ്മ ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ പറയാം ഞാൻ ബാംഗ്ലൂർ പോവാണ്. ഉമ്മക്കറിയില്ലല്ലോ ഞാൻ ബാങ്കോക്കിലൊക്കെയാണ് പോകുന്നത്. ഈ കെച്ചപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പം ഒരു സ്ഥലത്തേക്ക് ഒന്നൊക്കെ കിട്ടുള്ളൂ. ഇവിടെ 5, 2, 3, 4, 5, 6 കെച്ചപ്പ് വന്നു. കെച്ചപ്പിനൂടെ ക്ഷാമില്ലാന്ന് തോന്നി. സോ അതൊക്കെയാണ് പ്ലാൻ. എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഞാൻ ബർഗർ കിങ്ങിൽ ചിക്കൻ ബർഗർ കഴിക്കുന്നത്. ഇന്ത്യയിൽ പിന്നെ നമുക്കതിലേ പറ്റൂ. നമ്മൾ ഗോതമ്പ് മാവ് ഗോമാതാവിൻ്റെ ടീമാണല്ലോ. നല്ല വിശപ്പാണ്. വിശപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഹെവി വിശപ്പ്. വെറുതെ ലാമാർ കുറേ കെച്ചപ്പ് വന്നു. ഭയങ്കര ഉപ്പാണ്. ഉപ്പ് ചെരിഞ്ഞിട്ടുണ്ട്. ചട്നിയൊക്കെ ഉണ്ട് ബർഗറിൽ. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റേഷൻ. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കയറാൻ നോക്കിയ ടൈമിൽ അവിടെ നിന്നുള്ള ഡയറക്റ്റ് ബസ് പിന്നെ ഉള്ളത് 1:30. അതുകൊണ്ട് നമ്മളൊരു കണക്ഷൻ എടുത്തിട്ട് ഇവിടുന്ന് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ ഞാൻ പട്ടായ സിറ്റിയിലെത്തി. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഈ സാധനം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. ഞാനൊരു സാൻഡ്വിച്ചും ഇതാ കഴിച്ചായി. ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ ഇവരിന്ന് പഠിക്കണം. ഒരു ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ചിൽ ടേസ്റ്റ്, അജാതി സാധനം, ഒരു രക്ഷയില്ല. ഇപ്പോൾ പോകുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുള്ള് മരം കൊണ്ടുണ്ടാക്കിയ ഒരു അമ്പലമാണ്. ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ
ഇതിൻ്റെ പരിപാടി ഇതുവരെ തീരുമില്ല. ഒരു സൈഡിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നേരം മറ്റേ സൈഡ് പൊളിഞ്ഞുകൊണ്ടിരിക്കും. സോ അവരെപ്പോഴും ഇങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ടും ഇത് ചെയ്തുകൊണ്ടും അങ്ങനെ നിൽക്കും. സോ അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്. ബാക്കി കാഴ്ചകൾ എവിടെ നിന്ന് കാണാം? ഏത് ഗൈസ്, ഇതാണ് കുപ്രസിദ്ധമായ പട്ടായ ബീച്ച്. ബീച്ചിലൂടെ നമുക്ക് നടക്കാം. സോ ഡേ 2 ഇപ്പോൾ പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ്. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാനൊരു ഗ്രാബ് ടാക്സി പിടിച്ചിട്ട് പോവാണ്. ഇന്നലെ വാക്കിംഗ് സ്ട്രീറ്റ്, പിന്നെ അവിടുത്തെ മാർക്കറ്റ്, ഫുഡ് സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. പക്ഷേ എൻ്റെ ഫോണിലും ചാർജില്ല, പിന്നെ ഗോപ്രോയിലും ചാർജില്ല. അതുകൊണ്ട് ഫുള്ള് കുറേ റെക്കോർഡിങ് ഇല്ല, കുറച്ചേ ഉള്ളൂ. എന്നാലും നമുക്ക് ബാക്കി ഇന്ന് നമുക്ക് പടച്ച ഫുള്ളായിട്ട് പൊളിക്കാം. അങ്ങനെ ഒരു ഫ്രീ ലെഫ്റ്റ് എടുത്തതാ. സ്ട്രെയിറ്റ് സിഗ്നൽ ആയതുകൊണ്ട് ഫസ്റ്റ് ഒരു ഫ്രീ ലെഫ്റ്റ് എടുത്തു, പിന്നെ ഒരു ഫ്രീ ലെഫ്റ്റ് എടുത്തു. സോ ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ്. ഏറ്റവും ചീപ്പറായിട്ടും ഫാസ്റ്ററായിട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും ഗ്രാബിന്റെ ബൈക്ക്. പറയണോ അറിയില്ല, പരിപാടി ഞാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ആകെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 23 ബാറ്റാണ്. കൺവേർഷൻ അറിയില്ല. ഓക്കെ, റുപ്യൻ്റെ അടുത്തെങ്ങാനാണ് വരുന്നത്. ഇത്രയും ചീപ്പറാണ്. ഇത് നമ്മളെ കോഴിക്കോടുള്ള പോലൊരു സാധനം. ആ ലയൺസ് ക്ലബിൻ്റെ ഒക്കെ ഒരു സാധനമില്ലേ കോഴിക്കോട്, അതുപോലൊരു സാധനം. ഇതാണ് ഇവിടുത്തെ പിയർ. ഇവിടുന്ന് നമ്മൾ വേറെ 13 ഉണ്ട്, 300 ഉണ്ട്. നമ്മൾ എന്തെടുക്കുന്നു? 30 എടുക്കുന്നു. ബിക്കോസ് വി ട്രാവൽ ചീപ്പ്. ബൈക്കാണ് എടുത്ത് ഒരു ബൈക്ക് എടുത്ത് ഇങ്ങനെ നോക്കിയാൽ താഴെ ഒരു ബീച്ച് കാണാം. മേലേൻ്റെ മേലിൽ നിന്ന് താഴേക്കൊരു ബീച്ച്. അത് കാണാനുള്ള പോക്കാണ് ഞാൻ. പോകാം.
ഇതാണ് ഞാൻ കോലാന്ന് ഇങ്ങോട്ട് വന്ന ബോട്ട്. ഇതാണ് ജെട്ടി. സ്പീഡ് ബോട്ട് സ്പീഡിൽ പോകുന്നുണ്ട്. വലിയ സ്പീഡൊന്നും തോന്നില്ലല്ലോ. ഓക്കെ, ഇനി ഞാൻ നടക്കുന്നു. അപ്പോൾ ഡേ 3 ആകാശം കുറച്ച് ഷോക്കാണ്, മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സംഭവം. ഒരു ബൈക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോകണം. അത് കഴിഞ്ഞാൽ നേരെ ബാങ്കോക്കിലേക്ക് പോകാമെന്നുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ പ്ലാനിൽ ചെറിയ ചെറിയ ചേഞ്ചുകൾ ഉണ്ടാവാം, ഒന്നും പറയാൻ പറ്റില്ല. നല്ല മഴയത്തൊന്ന് കുടുങ്ങി. ഇന്ന് രാവിലെ പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്ലാനിൽ ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ പക്കായിട്ട് കുടുങ്ങിയിട്ടുണ്ട്. നല്ല ഹെവി മഴ എന്ന് പറഞ്ഞാൽ ഹെവി മഴ. ഒരു വർക്ക്ഷോപ്പിൽ എവിടെയോ കയറി ചെയ്തിട്ടാണ്. ഈ ചില കാര്യങ്ങൾ അലമ്പായി നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ബെറ്റർ സാധനം ഉണ്ടാവും. അതാണിത്. ഇപ്പം ഞാനവിടെ ബസ് ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കുന്നതിന് ടാക്സി കിട്ടുന്നേയില്ല. അപ്പം ഈ ഒരു വണ്ടിയിൽ സേ ഹായ്, ഹലോ, ഈ അമ്മൂമ്മ നമ്മളെ ഹെൽപ്പ് ചെയ്തോ? സേ ഹായ്. ഹായ്, സവാദിക്കാ. സോ ഈ ഒരു വണ്ടിയിൽ, ഈ ഒരു സ്കൂട്ടറിലാണ് ഞാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ ഞാൻ ടുക്ക് എടുത്ത് നേരെ എൻ്റെ രണ്ടാമത്തെ സ്റ്റേയിലേക്ക് പോവുകയാണ്. ഇത് ബാങ്കോക്കിലാണ്. ഞാൻ ഫസ്റ്റ് പട്ടായയിലാണ് പോയത് 2 ദിവസം. ഇനി ബാങ്കോക്ക് 2 ദിവസം. ടോട്ടൽ 5 ദിവസമാണ്. അപ്പം 5ാമത്തെ ദിവസം ബാങ്കോക്കിൽ നിന്ന് റിട്ടേൺ കൊച്ചിയിലേക്ക്. ഇതിലും ഡ്രൈവാണ്. പിന്നെ ഇവിടെ നല്ലോണം പേശണം. പേശി അവർ നമ്മളെ പേശാതെടാ പൊറുക്കി എന്ന് വരെ പറയും. പക്ഷേ പേശണം. ഇല്ല, മംഗലപ്പുരം പോലത്തെ ടുക്കാണ്, പറക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുട തന്നെ ഒരു ട്രൈപ്പോഡാക്കി.
Transformation forward, aiming to consolidate all public services into a single super app for the convenience of citizens.